ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിക്കുന്ന 10 ഡീക്കന്മാരിൽ വെരൂർ ഇടവകയിൽ നിന്നുമുള്ള ഡീക്കനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് ഡീക്കനെ ഒന്ന് പരിചയപ്പെടാം. ഡീക്ക, എൻ്റെ പേര് ടോണി, വീട്ടുപേര് മണക്കുന്നേൽ. എൻ്റെ തിരുപ്പട്ട സ്വീകരണം ഈ മാസം 27 രാവിലെ 9:15 നമ്മുടെ വെരൂർ പള്ളി വെച്ചാണ്. അഭിമന്യ കൂവക്കാട്ട് പിതാവിൽ നിന്നാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. അപ്പം എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ തിരുപ്പട്ട ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം തന്നെ നിങ്ങളെല്ലാം പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കും. ഡിക്ക, ഒരു കുറേ നാളത്തെ പഠനത്തിനും ഒരുക്കത്തിനും ശേഷമാണ് നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട ഈ ദിവസം എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ്, ഇനി ഒരു പുരോഹിതനായി കഴിയുമ്പോൾ ഉള്ളൊരു ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എന്തൊക്കെയാണ്? 13 വർഷത്തോളം പ്രാർത്ഥിച്ചൊരുങ്ങി കാത്തിരുന്ന ഒരു ദിവസമാണ്. അപ്പം അതിൻ്റേതായ വലിയ സന്തോഷവും ആനന്ദമുണ്ട്. ഈ കാലഘട്ടത്തിൻ്റേതായ ഒരു പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസരിച്ച് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനായിട്ട് ജനത്തിന് എപ്പോഴും സംരംഭ്യനായ ഒരു പുരോഹിതനായി തീരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ, അതിനുള്ള പ്രാർത്ഥന അനുഗ്രഹം ദൈവം തരട്ടെ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഒപ്പം ഉണ്ടാകും, എല്ലാം നന്നായിട്ട് നടക്കും. ഡീക്കൻ്റെ മാതാപിതാക്കളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ ഒരു ജീവിത വഴിയിൽ ഡീക്കന് തുണയായിട്ട് പ്രാർത്ഥനയായിട്ടൊപ്പം നിന്ന മാതാപിതാക്കളാണ്. ആൻഡ് ഈ ഒരു അവസരത്തിൽ എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു 13 വർഷക്കാലം മകൻ പഠിച്ച് ഈ ഒരു ധന്യ നിമിഷം കാണാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഞങ്ങൾ കുടുംബം ഒന്നായിട്ടിരിക്കുന്നു. സന്തോഷം. ഇവിടെ ദേവാലയവും പരിസരങ്ങളും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഞങ്ങളെ വീട്ടിലെ ഒരുക്കങ്ങൾ? നിങ്ങൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്? എല്ലാ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എന്താ തോന്നുന്നത്? ഈ ഒരു മൊമെന്റ് മകൻ അച്ഛനാകാൻ പോവുകയാണ്, എന്താണ് തോന്നുന്നത്? മകൻ അച്ഛനാകാൻ പോവുകയാണെന്ന് തന്നെ തോന്നുന്നു. ഞങ്ങൾ 13 വർഷത്തോളം പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ മകൻ്റെ ഈ ചടങ്ങ് കാണാൻ വേണ്ടി നേരിട്ട് കാണുവാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുടുംബം വലിയ സന്തോഷത്തിലാണ്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇവർ ഈ പൗരോഹിത്യ സ്വീകരണത്തെ നോക്കിക്കാണുന്നത്. പൗരോഹിത്യ സ്വീകരണത്തിനായിട്ട് ഒരുങ്ങുന്ന ഡീക്കന് ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ. വെരൂർ ഇടവകയിലെ തിരുപ്പട്ടം ബഹുമാനപ്പെട്ട ഡീക്കൻ ടോണി മണക്കുന്നലിൻ്റെ പൗരോഹിത്യ സ്വീകരണം 2024 ഡിസംബർ 27 വെള്ളിയാഴ്ച രാവിലെ 9:15 നമ്മുടെ വെരൂർ പള്ളിയിൽ വെച്ച് നടത്തുകയാണ്. അതിൻ്റെ കാർമ്മികത്വം വഹിക്കുക നമ്മുടെ കാർഡിനൽ ജോർജ് കൂവക്കാട്ട് പിതാവായിരിക്കും. പ്രത്യേകിച്ച് അന്നത്തെ ദിവസം നമ്മുടെ വെരൂർ ഇടവക വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. ഒത്തിരിയേറെ ദിവസങ്ങളിലായിട്ട് ഡീക്കിന് വേണ്ടി ഈ ഇടവക സമൂഹം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി അദ്ദേഹം വൈദികനായിട്ട് കടന്നു വരുന്നു. പ്രത്യേകിച്ച് ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ ഇടവക സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ പൗരോഹിത്യം സ്വീകരിക്കുവാനായിട്ട് നിയുക്തനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡീക്കന് വെരൂർ ഇടവക പള്ളിയുടെയും അതോടൊപ്പം തന്നെ ഈ ഇടവകാംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും പേരിലുള്ള ആശംസയും പ്രാർത്ഥനയും സ്നേഹപൂർവ്വം നേരുന്നു.